വ്യത്യസ്തമായ പഠന വിനോദയാത്ര സംഘടിപ്പിച്ച തിരുവനന്തപുരം പാങ്ങോട് കല്ലറ KVUP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കിഴക്കൻ മലയോര മേഖലയിലൂടെ ഒരു ട്രെയിൻ യാത്ര നടത്തുകയാണ്. 235 വിദ്യാർത്ഥികളും 15 അധ്യാപകരടങ്ങുന്ന സംഘവും. ട്രെയിൻ കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്കും ട്രെയിനിൽ കയറാത്ത കുട്ടികൾക്കുമായി പുതിയ അവസരമാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയത്. റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ട്രെയിൻ യാത്ര സാധ്യമാക്കുവാനുമാണ് വ്യത്യസ്തമായ പഠന വിനോദയാത്ര സ്കൂൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് KVUP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ഞാൻ സ്കൂളിലെ പ്രഥമാധ്യാപകനാണ്. എൻ്റെ പേര് അൻസാരി. ഞങ്ങൾ പഠന വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ആര്യങ്കാവിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ 235 കുട്ടികളും 15 അധ്യാപകരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രാമീണ കുട്ടികളെ റെയിൽവേ യാത്ര പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ഈ വരുന്ന കുട്ടികളിൽ പല കുട്ടികളും ട്രെയിൻ യാത്ര ചെയ്ത കുട്ടികളല്ല, ട്രെയിൻ കാണാത്ത കുട്ടികൾ പോലും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കൊന്ന് ട്രെയിൻ കാണിക്കുക, റെയിൽവേയെക്കുറിച്ച് അവരെ പരിചയപ്പെടുത്തുക, ട്രെയിനിൽ യാത്ര ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ആര്യങ്കാവെന്ന്. നമ്മൾ തെമ്മല വഴി കടന്നു പോകുന്ന റൂട്ട് മനസ്സിലാക്കി നമ്മൾ ഇവിടെ നിന്ന് പുനലൂർ വരെയാണ് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തുരങ്കവും അതുപോലെ തന്നെ 13 കണ്ടറ പാലവും ഒക്കെ കടന്നാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുട്ടികൾ വലിയ നല്ലൊരു അനുഭവമായിരിക്കും, മുതിർന്നവർക്ക് നല്ല അനുഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേക അനുഭവമായിരിക്കും. അപ്പോൾ ട്രെയിൻ കാണാത്ത കുട്ടികൾ ട്രെയിൻ കാണുന്നതിനും ട്രെയിനിൽ മനോഹരമായ യാത്ര ചെയ്യുന്നതിന് ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വന്ന് വളരെയധികം വലിയൊരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചു, വലിയ സഹായങ്ങൾ. ഇവിടുത്തെ ജീവനക്കാരെ നമ്മുടെ ഒപ്പം നിന്ന് നേരത്തെ വിളിച്ച് ബന്ധപ്പെടുമ്പോൾ തന്നെ അവർ എത്തുമ്പോൾ തന്നെ കുട്ടികൾ സ്വീറ്റ്സ് കൊടുത്ത് സ്വീകരിച്ചു. അവരെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. അതിനുശേഷം അവരെ വിവിധ ഗ്രൂപ്പുകളാക്കി വിവിധ കമ്പാർട്ട്മെൻറ്റ് കയറ്റുന്നതിനോട് നിർത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. അവരുടെ ആ സ്വീകരണത്തിനും അവർ സഹായത്തിനും പ്രത്യേകം നന്ദിയും കൂടി ഈ അവസരത്തെ അറിയിക്കുകയാണ്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘത്തെ മധുരം നൽകിയാണ് ജീവനക്കാർ സ്വാഗതം ചെയ്ത. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റെല്ലാം അദ്ദേഹം അറേഞ്ച് ചെയ്ത് ടിക്കറ്റെല്ലാം ഇഷ്യൂ ചെയ്യിപ്പിച്ചു. ബാക്കി സമാധാനം ചെയ്തു. കുട്ടികളെ സ്വീറ്റ്സ് എടുത്ത് സ്വീകരിച്ചു. കുട്ടികൾക്ക് റെയിൽവേ യാത്രയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. വളരെയധികം സന്തോഷം. കാരണം നമ്മൾ കുട്ടികൾക്ക് റെയിൽവേ യാത്രയെക്കുറിച്ച് അറിയില്ല. ട്രെയിൻ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നുണ്ട്, ആദ്യ യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പുതിയ അനുഭവമാണ്. വളരെയധികം ആവേശത്തിലാണ് കുട്ടികൾ. എന്നാൽ ഈ അവസരത്തിൽ ഈ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ്റെ ജീവനക്കാരെ പ്രത്യേകിച്ചും ഇതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്യുന്ന ജൂബി ജോസ് സാറിനെ പ്രത്യേകം ഈ അവസരത്തെ അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച മലമടക്കുകളും പാലങ്ങളും തുരങ്കങ്ങളിലൂടെയും കടന്ന പുനലൂരിൽ സംഘം യാത്ര അവസാനിപ്പിച്ചു. സ്കൂൾ പ്രഥമാധ്യാപകൻ അൻസാരിയുടെ നേതൃത്വത്തിലായിരുന്നു പഠന വിനോദയാത്ര സംഘടിപ്പിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.